തൃച്ചിയിൽ നിന്നും നാം ഇപ്പോൾ സഞ്ചരിക്കുന്നത് ലോകപ്രശസ്തമായ തഞ്ചാവൂർ ക്ഷേത്രം കാണുവാൻ വേണ്ടിയാണ്. തഞ്ചാവൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ട്രിച്ചിക്കടുത്തുള്ള തഞ്ചാവൂർ എന്ന സ്ഥലത്താണ്. തഞ്ചൈ എന്നും തഞ്ചൂർ എന്നും ഈ നഗരം പണ്ട് അറിയപ്പെട്ടിരുന്നു. ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു നഗരമാണ് തഞ്ചാവൂർ. തമിഴ്നാട്ടിലെ 11ാമത്തെ വലിയ നഗരമാണിത്. ദക്ഷിണേന്ത്യൻ മതം, കല, വാസ്തുവിദ്യ എന്നിവയുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണിത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളായ ഗ്രേറ്റ് ലിവിംഗ് ചോള ക്ഷേത്രങ്ങളിൽ ഭൂരിഭാഗവും തഞ്ചാവൂരിലും പരിസരങ്ങളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ചോള ചക്രവർത്തിയായ രാജരാജ ഒന്നാമൻ പണികഴിപ്പിച്ച ബൃഹദീശ്വര ക്ഷേത്രം നഗരമധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരൊറ്റ ഗ്രാനൈറ്റ് പാറയിൽ കൊത്തിയെടുത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കാളയുടെ പ്രതിമകളിൽ ഒന്നാണ് നന്ദി. അതും ഈ ക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തഞ്ചാവൂർ ചിത്രകലയുടെ ആസ്ഥാനം കൂടിയാണ്. തഞ്ചാവൂർ ജില്ലയുടെ ആസ്ഥാനമാണ് തഞ്ചാവൂർ. കാവേരി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഒരു പ്രധാന കാർഷിക കേന്ദ്രമാണ്. ഇത് തമിഴ്നാടിൻ്റെ നെല്ലുപാത്രം എന്നും അറിയപ്പെടുന്നു. അങ്ങനെ തഞ്ചാവൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറ് തഞ്ചാവൂർ സിറ്റിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്ന് തന്നെ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ മഹാഗോപുരം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ശ്രീ രാജരാജേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. പെരിയ കോവിൽ എന്നും രാജരാജേശ്വരം കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു. AD 1010 അരുൾമൊഴിവർമ്മൻ എന്നും വിളിക്കപ്പെട്ടിരുന്ന രാജരാജ ചോളൻ ഒന്നാമൻ്റെ കാലത്താണ് ഇതിൻ്റെ പണി നടക്കുന്നത്. 16ാം നൂറ്റാണ്ടിലാണ് പുറം മതിലുകൾ പണിതത്. 66 മീറ്റർ ഉയരമുള്ള ഗോപുരത്തിന് മുകളിൽ ഗോളാകൃതിയിലുള്ള വലിയ വലിപ്പമേറിയ കലശമുണ്ട്. 16 അടി നീളവും 13 അടി ഉയരവും ഉള്ള ഒറ്റക്കല്ലിൽ തീർത്ത നന്ദിയുടെ ശില്പവുമുണ്ടിവിടെ. 400 തൂണുകളുള്ള വരാന്തയും 5 നിലകളുള്ള പ്രവേശന ഗോപുരവും ഉണ്ട്. കൃഞ്ചമല്ലൻ പെരുന്തച്ചൻ എന്ന ശില്പിയാണ് ഈ ബൃഹത് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ നല്ല ഉദാഹരണമാണിവിടം. യുനെസ്കോ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഒരു ക്ഷേത്രം കൂടിയാണ് ബൃഹദീശ്വര ക്ഷേത്രം. രാജരാജ ചോഴൻ പണി കഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവന് രാജരാജേശ്വരൻ എന്നും ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രം എന്നും പേർ ലഭിച്ചു. പെരുവുടയോർ കോവിൽ എന്നത് പെരിയ ഔടയാർ കോവിലിനെ സൂചിപ്പിക്കുന്നു. ശിവൻ്റെ ഒരു നാമം ആണ് ഔടയാർ എന്നത്. ചോഴ ഭരണകാലത്ത് ആണ് ഈ പേരുകൾ നിലനിന്നിരുന്നത്. 17, 18, 19 നൂറ്റാണ്ടിലെ മറാഠ സാമ്രാജ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹദേശ്വരം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. രാജരാജ ചോഴൻ്റെ 25ാം ഭരണവർഷത്തിലെ 1275 ദിവസമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത്. കുഞ്ചരമല്ലൻ രാജപുരന്തച്ചനാണ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ശില്പി എന്നാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ മതിൽ അദ്ദേഹത്തിൻ്റെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. പുറത്തെ
മതിലായ തിരുച്ചുറു മാളികയുടെ നിർമ്മാണ നേതൃത്വം രാജരാജ ചോഴൻ്റെ സൈന്യാധിപനായ കൃഷ്ണരാമൻ്റെ നേതൃത്വത്തിലും ഭരണം അതിഥൻ സൂര്യൻ എന്ന പ്രധാന ഉദ്യോഗസ്ഥൻ്റെ കീഴിലുമായിരുന്നു. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മൊത്ത വിസ്തീർണം 800x400 അടിയാണ്. എന്നാൽ പ്രധാന ഗോപുരം സ്ഥിതി ചെയ്യുന്നത് 500x250 അടി എന്ന അളവിലാണ്. നിർമ്മാണത്തിന് മൊത്തം 1.3 ലക്ഷം ടൺ കരിങ്കൽ വേണ്ടിവന്നു. രാജരാജേശ്വര ക്ഷേത്രത്തിന് പ്രധാനമായും 2 ഗോപുരങ്ങളാണ് ഉള്ളത്. ആദ്യം കാണുന്ന കവാടത്തിൻ്റെ പേര് കേരളാന്തകൻ തിരുവയിൽ എന്നാണ്. കേരള നാട്ടുരാജാവായ ശ്രീ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിന് ശേഷം രാജരാജൻ ഒന്നാമന് ലഭിച്ച പേരാണത്രേ കേരളാന്തകൻ. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ 5 നിലകളുള്ള ഗോപുരത്തിന് കേരളാന്തകൻ തിരുവയിൽ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഗോപുരത്തിൻ്റെ ബേസിൻ്റെ അളവ് 90x55 അടി ആണ്. നിരവധി മനോഹരമായ ശില്പങ്ങൾ ഗോപുരത്തിൻ്റെ മനോഹാരിതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ഗോപുരത്തിൽ തന്നെ ദക്ഷിണാമൂർത്തിയുടെയും ബ്രഹ്മാവിൻ്റെയും പ്രതിഷ്ഠകളുമുണ്ട്. രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ പേര് രാജരാജൻ തിരുവയിൽ എന്നാണ്. നിറയെ പുരാണ കഥാ സന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഗോപുരം വിജ്ഞാന കുതുകികൾക്ക് ഒട്ടേറെ പഠന വിഷയങ്ങൾ നൽകുന്നതാണ്. ശിവ മാർക്കണ്ഡേയ പുരാണങ്ങൾ മാത്രമല്ല അർജുന കിരാത സന്ദർഭവും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് 3 നിലകളാണ് ഉള്ളത്. ഇതിലെ ഒരു പ്രധാന ശില്പമായി പറയുന്നത് ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന ശില്പമാണ്. ഒട്ടനവധി പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇത്. ഈ ഗോപുരത്തിലെ ചില ശില്പങ്ങളൊക്കെ മറാത്ത ഭരണകാലത്തിൻ്റെ ശേഷിപ്പുകളാണ് എന്നാണ് കരുതപ്പെടുന്നത്. നാഗരാജാവിൻ്റെയും ഇന്ദിരാദേവിയുടെയും പ്രതിഷ്ഠകൾ ഈ ഗോപുരത്തിലുണ്ട്. തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കീർത്തനാലാപനത്തിന് വേണ്ടി മാത്രം 50 ഗായകരെ ഏർപ്പാടാക്കിയിരുന്നു എന്നാണ് ചരിത്രം. അവിടുത്തെ നൃത്ത മണ്ഡപങ്ങളിൽ നൃത്തമാടുന്നതിനായി 400 നർത്തകികളും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനായി മാത്രം 100 വാദ്യ കലാകാരന്മാരും ഉണ്ടായിരുന്നത്രേ. അങ്ങനെ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രമെന്ന മഹാസംഭവം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ട്രിച്ചി സിറ്റിയിലേക്ക് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ യാത്ര തുടരുമ്പോൾ കാറിലിരുന്നു കൊണ്ട് ഞാൻ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെയും അതുപോലെ തന്നെ തഞ്ചാവൂരിൻ്റെ ചരിത്രത്തെയും പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നപ്പോൾ ചോളരുടെ ഭരണകാലത്ത് ആദ്യമായി ഈ നഗരം പ്രശസ്തിയിലേക്ക് ഉയർന്നു. ചോളന്മാരുടെ പതനത്തിന് ശേഷം മുത്തുരായർ രാജവംശം, പാണ്ഡ്യന്മാർ, വിജയനഗര സാമ്രാജ്യം, മധുരൈ നായ്ക്കർ, തഞ്ചാവൂർ നായ്ക്കർ, തഞ്ചാവൂർ മറാത്തകൾ, ബ്രിട്ടീഷ് സാമ്രാജ്യം തുടങ്ങിയ വിവിധ രാജവംശങ്ങൾ നഗരം ഭരിച്ചു. 1947 മുതൽ ഇത് സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമാണ്. ക്ഷേത്ര സമുച്ചയവും നടുവിൽ ക്ഷേത്ര മറാത്ത കൊട്ടാരവും നെൽവയലും രാജരാജ ചോള മണ്ഡപവും തമിഴ് സർവകലാശാലയും കാണിക്കുന്ന ഒരു മോണ്ടേജ് ചിത്രവും ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ തഞ്ചാവൂർ 11ാമത്തെ വലിയ നഗരമാണെങ്കിലും തഞ്ചാവൂർ തമിഴ്നാട്ടിലെ 7ാമത്തെ വലിയ നഗരമാണ്. ഇങ്ങനെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാറ് തിരിച്ച് ട്രിച്ചി സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു.